ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തിന്റെ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ പീരീഡ് സ്റ്റാർട്ട് ആയത് മുതൽ നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. നിങ്ങളുടെ ഗർഭത്തിന്റെ ആഴ്ച ആരംഭിക്കുന്നത് നിങ്ങളുടെ അവസാന ആർത്തവ ചക്രത്തിന്റെ ആദ്യ ദിവസം മുതലാണ്, അതായത് LMP വെച്ച്. ഈ ഒരു LMP വെച്ചിട്ടാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രസവ തീയതി കണക്കാക്കുന്നത്. ഗർഭകാലത്തിന്റെ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഗർഭിണിയല്ല. ആദ്യത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡിന്റെ ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളായിരിക്കും. അതേപോലെ നമ്മുടെ ശരീരം അണ്ടോൽപാദനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. ഗർഭധാരണത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് അണ്ടോൽപാദനം നടക്കുക എന്നുള്ളത്. 20th ഡേ സൈക്കിൾ ലെങ്ത് ഉള്ള ആളുടെ ഓവുലേഷൻ നടക്കുന്നത് 14th ഡേ ആണ്, അതായത് ഗർഭകാലത്തിന്റെ 2ാമത്തെ ആഴ്ചയുടെ അവസാനമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ബോഡി ടെമ്പറേച്ചർ കൂടുക, വജൈനൽ ഡിസ്ചാർജ്, അതായത് മുട്ടയുടെ വെള്ള പോലുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഇതൊരു 1 to 2 ഇഞ്ച് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് പെയിൻ, ചെറിയ രീതിയിലുള്ള വയറുവേദന, വയറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു പിടുത്തം ഉള്ള പോലെ തോന്നുക. ചില ആളുകളിൽ ഓവുലേഷൻ ബ്ലീഡിംഗ് കാണാറുണ്ട്. ഈ 2nd വീക്ക് എന്ന് പറയുന്നത് അണ്ഡം ബീജത്തിന് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ചകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓവുലേഷൻ നടക്കുന്ന ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്രീനാറ്റൽ വൈറ്റമിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഫോളിക് ആസിഡ്. ഇത് നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്ന ബർത്ത് ഡിഫക്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീയും പുരുഷനും ഓവുലേഷൻ നടക്കുന്നതിന്റെ 1-2 ദിവസം മുമ്പായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. പുരുഷന്റെ ബീജത്തിന് 3 മുതൽ 5 ദിവസം വരെ ആയുസ്സുണ്ട്. അതുപോലെ ഡയറ്റിൽ ധാരാളം പ്രോട്ടീൻസും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാല്, മുട്ട, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സിൽ ബെറീസ്, അവോക്കാഡോ ഒക്കെ വളരെ നല്ലതാണ്. നട്ട്സ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പുരുഷന്മാരും തീർച്ചയായിട്ടും ഡയറ്റിന്റെ കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യമുള്ള ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നുമാണ് നല്ല ആരോഗ്യമുള്ള ഭ്രൂണം, അതായത് കുഞ്ഞുണ്ടാവുന്നത്. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം കുറയ്ക്കുക. നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ തൈറോയിഡ് പ്രശ്നമുള്ളവർ, ഷുഗർ ഉള്ളവർ, മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്നവർ ഒക്കെ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ഗർഭകാലത്തിന്റെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ ആണ്. 2ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന ടൈമാണ്. 3ാമത്തെ ആഴ്ചയിലാണ് ഭ്രൂണം, അതായത് കുഞ്ഞിന്റെ വളർച്ചാ ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.